ഗൈസ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ഗീവേയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഗീവേ എല്ലാം ഫേക്ക് ആണോ? അതോ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും സ്പോൺസേഴ്സും ഒക്കെ നമ്മളെ പറ്റിക്കുകയാണ്, നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണോ? ഐഫോൺ, ഗെയിം പി സി, ക്യാഷ് ഗീവേ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഞങ്ങളെ ഫോളോ ചെയ്യുക, ഞങ്ങളെ കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ പാർട്ട്നേഴ്സിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് എല്ലാവരെയും ഫോളോ ചെയ്യിപ്പിക്കുന്നു, കമൻറ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗീവേ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഗീവേ കിട്ടിയിട്ടുണ്ടാകും. എന്ത് പ്രൈസ് ആയിക്കോട്ടെ, എന്തുവാണെങ്കിൽ ആയിക്കോട്ടെ, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇവിടെ? അതുപോലെ ഇവർ ഈ ഗീവ് ഒക്കെ ഫേക്ക് വിന്നേഴ്സിനെ ഉണ്ടാക്കണതാണോ? അതോ ഗീവ് എന്ന പേരിൽ ഫോളോവേഴ്സിനെ കൂട്ടുന്നവരാണോ? അതുപോലെ തന്നെ പ്രൈസ് ഉദ്ദേശിച്ചവർക്ക് കിട്ടിയിട്ടില്ലേ, കൊടുക്കണില്ലേ അവര്? ഒന്ന് കമന്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ശരിക്കും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രൂവ് ചെയ്യും. ഇത് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിജയിച്ചിട്ടുണ്ട്, ഇന്ന ഗീവേയിൽ വിജയിച്ചിട്ടുണ്ട്, ഇന്ന കാറ് കിട്ടിയിട്ടുണ്ട്, ഇന്ന പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഇന്ന ഐഫോൺ കിട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഒന്ന് പ്രൂവ് ചെയ്യും. അല്ല ഒന്ന് കമന്റ് ചെയ്യും, എൻ്റെ ഫ്രണ്ട്സിന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഒന്ന് കമന്റ് ചെയ്യും. ഇതുപോലെ ഒരുപാട് ഗേവേഴ്സ് നടക്കുന്നുണ്ട്. ജോജി തമ്പി, യാദിൽ ഇക്ബാല്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതുപോലെ ഗേവേ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് ഒരു ഗെയിമർ സായി പോപ്പിയുടെ ഒരു ഗിവ് ഐഫോണ് സ്പോൺസർ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്ന്. ഇതുപോലെ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇനി ഇപ്പോൾ ഈ ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആരെങ്കിലും ഇതുപോലെ ഗീവ് എല്ലാ സംഭവം സെറ്റാക്കിയിട്ട് പ്രൈസ് തരാതെ പോയിട്ടുണ്ടോ? കമന്റ് ചെയ്യും. നമുക്ക് നോക്കാലോ എത്ര ഫേക്ക് ഗീവേഴ്സ് നടന്നിട്ടുണ്ട് എന്ന്.